ഹായ്, അങ്ങനെ എൻ്റെ ഹെയർ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. ഞാൻ വേറൊരു ക്ലിനിക്കിൽ ഹെയർ ട്രാൻസ്പ്ലാന്റ് പണ്ട് ചെയ്തതാണ്. വേറൊരു ക്ലിനിക്കിൽ രണ്ടാമത് സർജറി ചെയ്തു, അതും കുഴപ്പമില്ല. മൂന്നാമത്തെ തവണ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നു. അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹെയർ ട്രാൻസ്പ്ലാന്റ് സഫാരി. ഏറ്റവും ലേറ്റസ്റ്റ് വീഡിയോയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ വീഡിയോത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. കാരണം നിങ്ങൾ ഈ വീഡിയോ എൻഡ് വരെ കാണുക. ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ വീഡിയോ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. കാരണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയാനുള്ള കാരണം ഇന്നത്തെ വീഡിയോ മലയാളം ഫിലിം ഇൻഡസ്ട്രിയുടെ ഏറ്റവും പ്രമുഖ വ്യക്തിയുടെ ഒരു വീഡിയോ ആണ്. യെസ്, നിങ്ങൾ തമ്മിൽ കണ്ടു കാണും. ഐ എം പ്രസൻറ്റിംഗ് വിഷ്ണു ഉണ്ണികൃഷ്ണൻസ് കേസ്. ഓക്കെ, ഇത് വെരി എക്സൈറ്റഡ് വീഡിയോ എന്ന് പറയാനുള്ള കാരണം അദ്ദേഹം 2 പ്രാവശ്യം ആദ്യം ട്രാൻസ്പ്ലാന്റ് ചെയ്തൊരു വ്യക്തിയാണ്. വിഷ്ണുവിൻ്റെ കേസ് വെരി മച്ച് ഡിഫറെൻറ്റ് കേസാണ്. എന്നെ ഒരു ദിവസം ഫോണിൽ വിളിച്ചു, സത്യമായിട്ട് ഇങ്ങനെയാണ് എൻ്റെ അവസ്ഥ, എനിക്ക് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്നുണ്ട്, എൻ്റെ പ്രീവിയസ് ഹെയർ ട്രാൻസ്പ്ലാന്റ് ഇങ്ങനെ ആയിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം ആദ്യം ചെയ്തത് കാലിക്കറ്റിലാണ് ഒരു ക്ലിനിക്കിൽ, രണ്ടാമത് ചെയ്തത് കൊച്ചിയിൽ ഒരു ക്ലിനിക്കിൽ സർജറി ചെയ്തിട്ടുണ്ട്. രണ്ടും ഫെയിലാണ്. ഓക്കെ, ഡോണറും നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്, നല്ല വേസ്റ്റ് ആയിട്ടുണ്ട്. ലിമിറ്റഡ് ഡോണറേ ബാക്കിയുള്ളൂ. എന്തോ ഭാഗ്യത്തിന് എന്നെ അദ്ദേഹം വിളിച്ചു എന്ന് വേണം പറയാം. 3rd ടൈമാണ്. ഓക്കെ, എന്നാലും ഞാൻ ഈ ഫോട്ടോസ് എൻ്റെ സർജറി ചെയ്ത ഡോക്ടർ ഗജനൻ ജാദവ് ഞാൻ അയച്ചു കൊടുത്തു. സാർ ഇത് കണ്ടു, ഡോക്ടർ പറഞ്ഞു ഞങ്ങൾക്ക് നേരിട്ടൊന്ന് കാണണം. ഓക്കെ, അങ്ങനെ വിഷ്ണു നേരിട്ട് കൊച്ചിയിൽ വന്ന് ഡോക്ടറെ മീറ്റ് ചെയ്തു. ഡോക്ടറെ മീറ്റ് ചെയ്തപ്പോൾ ഡോക്ടർ ഡോണറൊക്കെ ടെസ്റ്റ് ചെയ്ത് ഡോക്ടർ പറഞ്ഞു ഞാൻ ഈ കേസ് അറ്റൻഡ് ചെയ്യാം, ഐ വിൽ ട്രൈ എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ വിഷ്ണു ഒരു ജീവൻ വെച്ച പോലെ ആയി എന്ന് പറയാം. കാരണം ഒരു ആക്ടർ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഹെയറിന് വെരി ഇമ്പോർട്ടൻറ്റ് റോളുണ്ട്. അതും ഒരു മുന്നേറി നിൽക്കുന്ന ഒരു നടനാണ്. എൻ്റെ ഒരു റിക്വസ്റ്റാണ് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന ക്ലിനിക്സിൻ്റെ അടുത്ത്, നിങ്ങൾക്ക് ജോലി ചെയ്യാൻ അറിയുന്നില്ല, ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഡോണ്ട് അറ്റൻഡ് ദ കേസ്. ഒരു കാരണവശാൽ ഇങ്ങനത്തെ കേസസ് അറ്റൻഡ് ചെയ്യരുത്. കാരണം ഒരു ആക്ടറിന് അയാളുടെ ഹെയർ എത്ര ഇമ്പോർട്ടൻ്റ് എന്ന് അവർക്കറിയാം, അവരുടെ കരിയറാണ്. ചെയ്യാൻ അറിയാൻ നശിപ്പിച്ച് കഴിഞ്ഞാൽ വീണ്ടും ഗ്രാഫ്റ്റുകൾ ഉണ്ടാവുന്നില്ല. നമ്മളുടെ ഡോണർ ഏരിയയിലെ ഗ്രാഫ്റ്റ് ഒന്ന് നശിച്ചാൽ അത് പോയതാണ്, പിന്നീട് പുതിയൊരു ഗ്രാഫ്റ്റ് ഉണ്ടാവുന്നില്ല. എല്ലാവരും ഇതൊന്ന് നോട്ട് ചെയ്യണം. ഓക്കെ, അങ്ങനെ ഡോക്ടർ ഇദ്ദേഹത്തിൻ്റെ കേസ് അറ്റൻഡ് ചെയ്തു, സർജറി ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ മിഡിൽ പോർഷനിലാണ് സർജറി ചെയ്ത്, ഫ്രണ്ട് ഹെയർ ലൈനിൻ്റെ കുറച്ച് കയറിയിട്ട് മിഡിൽ പോർഷൻ അത്രയും ഗ്രാഫ്റ്റ് ഡോക്ടർക്ക് എടുക്കാൻ വേണ്ടി കിട്ടിയുള്ളൂ. അങ്ങനെ താടിയിൽ നിന്ന് കുറച്ച് എടുത്തു ആൻഡ് ഡോക്ടറോട് ഫില്ല് ചെയ്ത് കൊടുത്തു. അദ്ദേഹത്തിൻ്റെ ജസ്റ്റ് ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഫോട്ടോസ് ഞാൻ കാണിക്കാം. ഓക്കെ, 3rd ടൈം ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഫോട്ടോസ് കാണിക്കാം. അതിനുശേഷം വളരെ കൃത്യമായിട്ടുള്ള ഫോളോ അപ്പ് ആയിരുന്നു വിഷ്ണു ചെയ്തിരുന്നത്. കാരണം വിഷ്ണു അറിയാം, കാരണം കുറച്ച് ഗ്രാഫ്റ്റ് ഉണ്ടായിരുന്നുള്ളൂ, ഇത് ഇനി പോയി കഴിഞ്ഞാൽ പോയതാണ് അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം. വളരെ ക്ലിയർ ആയിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നൊരു വ്യക്തിയാണ് വിഷ്ണു ആൻഡ് ഹീസ് ഫോളോഡ് വെൽ. ആൻഡ് 1 ഇയർ കഴിഞ്ഞപ്പോൾ നല്ലൊരു റിസൾട്ട് അദ്ദേഹത്തിന് വന്നു. ഞാൻ എന്തായാലും ആ ഫോട്ടോസ് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാം. സീ ദ ഫോട്ടോസ്. വിഷ്ണു ഒരു ആഗ്രഹം, വീണ്ടും ഒന്ന് ഹെയർ ലൈൻ ഇറക്കി ചെയ്യാൻ പറ്റുമോ എന്നൊരു ആഗ്രഹം അദ്ദേഹത്തിന് വന്നു. അങ്ങനെ ഡോക്ടറിൻ്റെ അടുത്തൊന്ന് റിക്വസ്റ്റ് ചെയ്തു. ഡോക്ടർ ഡോണർ ചെക്ക് ചെയ്ത് പറഞ്ഞു ഞാൻ ഒന്ന് ട്രൈ ചെയ്യാം, ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഇത് ക്വൈറ്റ് ഒരു ഹിസ്റ്ററി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം 4ാമത്തെ വർഷം അദ്ദേഹം സർജറി ചെയ്യാൻ വേണ്ടി അറ്റൻഡ് ചെയ്യുകയാണ്. 4ാമത്തെ വർഷം സർജറി ചെയ്തു. അദ്ദേഹത്തിൻ്റെ സൈഡ് ലോക്സ് ആൻഡ് ഫ്രണ്ട് ഹെയർ ലൈൻ കുറച്ച് പേർക്ക് ഡെൻസിറ്റി ചെയ്യാൻ വേണ്ടിയാണ് തീരുമാനിച്ചത്. അങ്ങനെ 4ാമത്തെ വർഷം സർജറി ചെയ്തു. ആ സർജറി ചെയ്ത് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടുള്ള ആ സർജറി ചെയ്ത ഫോട്ടോസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, 1800 ഗ്രാഫ്റ്റിൻ്റെ അടുത്താണ് 4th സിറ്റിങ്ങിൽ അദ്ദേഹത്തിന് കിട്ടിയത്. ഓക്കെ, അങ്ങനെ 4th സിറ്റിംഗ് കഴിഞ്ഞു. വിഷ്ണു ഈസ് വെരി എക്സൈറ്റഡ് ടു ഗിവ് വീഡിയോ. എന്തായാലും വളരെ സന്തോഷമുണ്ട് അതിൻ്റെ കേസ് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി. ഈ വീഡിയോയുടെ അടുത്ത പാട്ടിൽ വിഷ്ണു തന്നെ വന്ന് സംസാരിക്കുന്ന ഒരു സെഷൻ ഉണ്ട്, തീർച്ചയായും നിങ്ങൾ മിസ് ചെയ്യരുത്. ഓക്കെ, എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ എൻ്റെ പഴയ വീഡിയോസെല്ലാം കാണുക. ഞാൻ 2 പ്രാവശ്യം ട്രാൻസ്പ്ലാന്റ് ചെയ്തൊരു വ്യക്തിയാണ്. ഓക്കെ, ആദ്യമായിട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ എൻ്റെ അവസ്ഥ ഇങ്ങനെ ഉണ്ടായിരുന്നു. സേ ദിസ് 10 വർഷം വിഗ് വെച്ച ഒരു വ്യക്തിയാണ്. ഡോണർ ലിമിറ്റഡ് ആയിരുന്നു. എൻ്റെ ഒരു പ്രത്യേകത ഡോണർ ക്വാളിറ്റി നല്ലതായിരുന്നു. ഒരു ഗ്രാഫ്റ്റിൽ 5ഉം 6ഉം ഒക്കെ മുടി ഉണ്ടായിരുന്നു. ആൻഡ് ബാക്കിയെല്ലാം കംപ്ലീറ്റ് ഹെയർ പോയതായിരുന്നു. അത്രയും കഷണ്ടിയായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ഏകദേശം 30ഓളം ക്ലിനിക്കിൽ റിസർച്ച് ചെയ്ത ഒരാളാണ് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. കേരളത്തിലും പുറത്തും ഔട്ട്സൈഡ് എല്ലാ സ്ഥലത്തും സെർച്ച് ചെയ്ത ഒരാളാണ്. അവസാനം ഞാൻ പൂനെയിലാണ് എത്തിപ്പെട്ടത്. ഡോക്ടർ ഗജനൻ ജാദവാണ് എൻ്റെ ഹെയർ ട്രാൻസ്പ്ലാന്റ് അറ്റൻഡ് ചെയ്തത്. അദ്ദേഹം ആദ്യം ചെയ്തത് 5000 ഗ്രാഫ്റ്റ്സ് ആണ്. തലയുടെ ബാക്ക് സൈഡിൽ നിന്നും താടിയിൽ നിന്നും ചെസ്റ്റ് നിന്നൊക്കെ എടുത്തിട്ട് എനിക്ക് ചെയ്തു തന്നു. സത്യം പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ അവോയ്ഡ് ചെയ്തൊരു കേസായിരുന്നു അത്. ആ സമയത്ത് ആ ഡോക്ടർ റിസ്ക് എടുത്ത് എനിക്ക് ഹെയർ ട്രാൻസ്ഫർ ചെയ്ത് തന്നെ 1 വർഷമാകുമ്പോൾ നല്ല റിസൾട്ട് വന്നു. ഓക്കെ, അതിനുശേഷം ഞാൻ എൻ്റെ 2ാമത്തെ സിറ്റിംഗ് ചെയ്യുകയാണ്. സെയിം ക്ലിനിക്ക് സെയിം ഡോക്ടേഴ്സ് എല്ലാം കൊച്ചിയിലോട്ട് വന്നു. ഓക്കെ, 2020 എൻ്റെ 2nd സിറ്റിംഗ് ചെയ്യുന്നത്. എൻ്റെ ഹെയർ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് ഇപ്പോൾ 5 വർഷം കംപ്ലീറ്റ് ചെയ്യുകയാണ്. എൻ്റെ കംപ്ലീറ്റ് ഹെയർ ട്രാൻസ്പ്ലാന്റഡ് ഹെയർ ആണ്. സീ ദിസ്. ഞാൻ ജസ്റ്റ് ചിക്കി കാണിക്കുക, അടുത്തുനിന്ന് കാണിക്കുക. ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്നുള്ളത്. സോ ഇതാണ് എൻ്റെ ഫ്രണ്ട്, എൻ്റെ സൈഡ്സ് എങ്ങനെയുണ്ട്.
എൻ്റെ ഈ സൈഡ്സ് ഇങ്ങനെയുണ്ട്, തൻ്റെ മുകൾ വശം ഇങ്ങനെയുണ്ട്. സെയിം ക്ലിനിക്ക് ട്രിവാൻഡ്രത്ത് ഓപ്പൺ ആയിട്ടുണ്ട്. ഇതേ മാസം അതേ സെയിം ക്ലിനിക്ക് കാലിക്കറ്റ് ഓപ്പൺ ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് വിഷ്ണുവിൻ്റെ വീഡിയോ കാണാം. വെരി മച്ച് ഇമ്പോർട്ടൻറ്റ് വീഡിയോ ആണ്. എന്തായാലും നമുക്ക് വിഷ്ണുവിൻ്റെ വാക്കുകൾ കേൾക്കാം, അത് കേട്ട് തിരിച്ചു വരാം. ഓവർ ടു ദ വീഡിയോ. ഹായ്, നമസ്കാരം. ഞാൻ വിഷ്ണു ഉണ്ണികൃഷ്ണൻ. ഞാനിപ്പോൾ എറണാകുളത്തുള്ള ലാ ഡെൻസിറ്റി ക്ലിനിക്കിലാണുള്ളത്. എൻ്റെ ഒരു സുഹൃത്ത് സത്യൻ എന്ന് പറഞ്ഞ ഹെയർ ട്രാൻസ്പ്ലാന്റ് സഫാരി എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ അദ്ദേഹം ഹെയറിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചൊക്കെ വീഡിയോ ചെയ്യുന്നത് കണ്ടിട്ടാണ് ഞാൻ പുള്ളിയെ വിളിക്കുകയും, അപ്പോൾ പുള്ളി പറഞ്ഞിട്ടാണ് ഞാനിവിടെ ആദ്യം വരുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ ഹെയർ ലൈൻ ഇങ്ങനെ കയറി വന്നതിന് ഭയങ്കര ടെൻഷനായിരുന്നു ആദ്യം. അപ്പോൾ ഞാൻ വേറൊരു ക്ലിനിക്കിൽ ഹെയർ ട്രാൻസ്പ്ലാന്റ് പണ്ട് ചെയ്തതാണ്. അപ്പോൾ അതൊരു നന്നായിട്ടൊക്കെ ഇരുന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും അത് പിന്നെയും കുഴപ്പമായി. വേറൊരു ക്ലിനിക്കിൽ രണ്ടാമത് സർജറി ചെയ്തു. അതും കുഴപ്പമായിട്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ലാ ഡെൻസിറ്റിനെ കുറിച്ച് അറിയുന്നത്. അപ്പോൾ ഈ സത്യേട്ടൻ പറഞ്ഞിട്ട് ഞാൻ എന്നിട്ട് ഇവിടെ വന്നു. ഇവിടുത്തെ ഡോക്ടർ ജാദവിനെ കണ്ടിരുന്നു. അപ്പോൾ അദ്ദേഹമാണ് എനിക്ക് മൂന്നാമത്തെ തവണ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഡോണർ ഏരിയയിൽ നിന്ന് എടുക്കാവുന്നതിനൊരു പരിധിയുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളത് വെച്ചിട്ട് ഓണം പോലെ എന്ന് പറഞ്ഞ് പുള്ളി ചെയ്തതിന് ശേഷമാണ് എനിക്ക് കോൺഫിഡൻ്റായിട്ട് എന്താ പറയുക ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ എൻ്റെ ഹെയർ സെറ്റായത്. ഇപ്പോൾ ഞാൻ എനിക്ക് ചെറിയ ഫ്രണ്ട് ഏരിയയിലൊന്ന് ഡെൻസിറ്റി കൂട്ടാനും ഒരു ഹെയർ ലൈൻ കറക്ഷനും വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും ജാദവ് ഡോക്ടറെ കണ്ടപ്പോൾ പുള്ളി അത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് അതിനു വേണ്ടി ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇവിടെ എനിക്ക് വളരെ വിശ്വാസമുള്ള എൻ്റെ അനുഭവം അതാണ്. എനിക്ക് ഭയങ്കര കംഫർട്ടബിളായിട്ട് ഏറ്റവും റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട് ഫീൽ ചെയ്തത് ലാ ഡെൻസിറ്റിയിലെ ഇവിടുത്തെ ഡോക്ടേഴ്സാണെങ്കിലും ഇവിടുത്തെ സ്റ്റാഫാണെങ്കിലും നമുക്ക് ഭയങ്കര എന്താ പറയുക, എനിക്ക് ഏറ്റവും നല്ല റിസൾട്ട് തന്നതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ലാ ഡെൻസിറ്റിയിൽ വന്നിട്ട് ഇത് 4th ടൈം ട്രാൻസ്പ്ലാന്റ് ചെയ്യാനായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ലാ ഡെൻസിറ്റി ആയതുകൊണ്ട് എനിക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി ഒന്നുമില്ല. ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോകുന്നത് എനിക്ക് അത്രയും വിശ്വാസമാണ് ഡോക്ടറെ. കാരണം അദ്ദേഹം ചെയ്ത വർക്കിൽ ഞാൻ അത്രയും സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ള ഒരുപാട് സുഹൃത്തുക്കൾ, ഇപ്പോൾ നമ്മുടെ ബിജു സോപാനൻ ചേട്ടനാണെങ്കിലും അദ്ദേഹമൊക്കെ നേരിട്ട് പുള്ളി ഇവിടെ വന്ന് ട്രാൻസ്പ്ലാന്റ് ചെയ്തതിൻ്റെ റിസൾട്ട് വളരെ സന്തോഷത്തോടു കൂടി നമ്മളോട് ഷെയർ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ സാജൻ സൂര്യ, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ, പിന്നെ ഇപ്പോൾ നമ്മുടെ വളരെ അടുത്ത സുഹൃത്തുക്കൾ ഒരുപാട് പേര് ഇങ്ങോട്ട് വരാനായിട്ട് റെഡിയായിട്ട് നിൽക്കുവാണ്. എനിക്ക് അത്രയും വിശ്വാസമുള്ളതുകൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട് അവരോടൊക്കെ റെക്കമെൻഡ് ചെയ്തത്. ഒരുപാട് ആൾക്കാർ ടർക്കിയിലൊക്കെ പോയിട്ട് ഈ ട്രാൻസ്പ്ലാന്റ് ചെയ്യാറുണ്ട്. കാരണം ഇവിടെ സെയിം ടെക്നോളജിയാണ്, സഫയർ ബ്ലേഡ് വെച്ചിട്ടുള്ള സെയിം സർജറിയാണ് ഇവിടെയും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഹായ്, അങ്ങനെ എൻ്റെ ഹെയർ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. റിയൽ ടൈം FUE വിത്ത് സഫയർ എന്ന് പറയുന്ന മെത്തേഡാണ് ഉപയോഗിച്ചിട്ടുള്ളത്. വളരെ സമയമെടുത്തൊരു പ്രോസസ്സായിരുന്നു. ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ ഭയങ്കര സെൻസിറ്റീവാണ് സ്കിൻ. അപ്പോൾ ആദ്യം പെയിൻ ഉണ്ടായിരുന്നു, പിന്നെ അത് മറ്റേ ലോക്കൽ അനസ്തേഷ്യയൊക്കെ തന്നിട്ടാണ് ചെയ്യുന്നത്. കാരണം പിന്നീട് നമ്മളറിയില്ല. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കി നമുക്ക് മുടി വന്നതിന് ശേഷം കാണാം. എൻ്റെ ഹെയർ ലൈൻ കറക്ഷനും ഒരു ഫ്രണ്ടിലൊരു ഡെൻസിറ്റി കൂട്ടുന്ന അതാണ് ചെയ്തത്. 1800ഓളം ഗ്രാഫ്റ്റാണ് എടുത്തിട്ട് ഇപ്പോൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാം അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. യെസ്, നിങ്ങൾ എക്സൈറ്റഡ് ആണെന്ന് എനിക്കറിയാം. കാരണം വിഷ്ണു തന്നെ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. എന്തായാലും നമ്മൾക്ക് നല്ലൊരു റിസൾട്ട് വിഷ്ണുവിന് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. എന്തായാലും ഡോക്ടറെ ഒരു താങ്ക്സ് ഇവിടെ ഞാൻ പറയുകയാണ്. ഇത് ചെറിയൊരു കാര്യമൊന്നുമല്ല. കാരണം ഇതേപോലത്തെ ഒരുപാട് കേസുകൾ അദ്ദേഹം മുമ്പ് ചെയ്തിട്ടുണ്ട്. ഈയിടെ ചെയ്തൊരു കേസുണ്ട്, നിങ്ങൾക്ക് ഞാൻ ഫോട്ടോ കാണിക്കാം. ആക്ടർ അനീഷ് രവി,
സി വെരി ടഫ് കേസ് എന്ന് പറയാം. ഇന്ത്യയിൽ ഒരു ഡോക്ടറും ചെയ്യാൻ മടിക്കുന്ന ഒരു കേസാണിത്. ഡോണർ പാത്തറ്റിക് കണ്ടീഷൻസിലാണ്. ഈ കണ്ടീഷനിൽ ഇപ്പോൾ 3000 ഗ്രാഫ്റ്റ് വെച്ച് അദ്ദേഹം ഫ്രണ്ട് ഹെഡ് കവർ ചെയ്തിരിക്കുകയാണ് ആക്ടർ അനീഷ്. എന്തായാലും റിസൾട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ആക്ടർ സാജൻ സൂര്യ നിങ്ങൾ നോക്കുക. ഇപ്പോൾ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ട് 3.5 വർഷം ഒന്ന് കംപ്ലീറ്റ് ചെയ്തു ആക്ടർ സാജൻ സൂര്യ. സാജൻ ചേട്ടൻ്റെ ഹെയറിൻ്റെ അവസ്ഥ എങ്ങനെയുണ്ട് ഇപ്പോൾ? സോ റിസൾട്ട് കണ്ട നാച്ചുറലാണ്. നിങ്ങൾ ഫിലിം ഇൻഡസ്ട്രിയോ സീരിയൽ ഇൻഡസ്ട്രിയോ ആണെങ്കിൽ ഡയറക്റ്റ് പോയിട്ട് ആക്ടർ സാജൻ സൂര്യയെ കാണുക. അദ്ദേഹത്തിൻ്റെ ഹെയർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് നാച്ചുറലായിട്ട് ഹെയർ ലൈൻ, എന്താണ് ഡെൻസിറ്റി, ഏത് രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ വൺ ഓഫ് ദ ടഫ് കേസ് ഉണ്ടായിരുന്നു ഒരു ആക്ടർ രഞ്ജിത്ത് രാജ്. അദ്ദേഹം 2 പ്രാവശ്യം സർജറി ചെയ്ത് ഫെയിലായ വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ കേസ് ഡോക്ടർ ജാദവ് സർ അറ്റൻഡ് ചെയ്തു. ആൻഡ് ഇപ്പോഴത്തെ റിസൾട്ട് ഇതാണ്, നല്ലൊരു റിസൾട്ട് വന്നു. അതേപോലെ പ്രമോദ് മണി സീരിയലൊക്കെ അഭിനയിക്കുന്ന ഒരാളാണ്. ആൻഡ് ഡോണർ വളരെ വീക്കായിരുന്നു, ഡോണർ ഏരിയ വളരെ വീക്കായിരുന്നു. 7 ഗ്രേഡ് കേസാണ്. ആൻഡ് അദ്ദേഹത്തിന് 2 പ്രാവശ്യം സർജറി ചെയ്തും നല്ല റിസൾട്ട് വന്നു. ആൻഡ് ജീവൻ ഗോപാൽ നിങ്ങൾക്കറിയാം, അത്ര ടഫ് കേസല്ല, പക്ഷേ ഹെയർ ലൈൻ കറക്ഷനാണ്. അദ്ദേഹം ചെയ്തിരിക്കുന്നത് റിയൽ ടൈം സഫയറാണ്. സഫയർ എന്ന് പറഞ്ഞാൽ ടർക്കിയിൽ നിന്ന് കൊണ്ടുവരുന്ന സഫയർ സ്റ്റോണിൻ്റെ നീഡിൽ വെച്ചാൽ ചെയ്തിരിക്കുന്നത്. അത്ര ഫിനിഷിംഗ് ആണ്. സീ ദ റിസൾട്ട്സ്. ജീവൻ ഗോപാൽ വെരി മച്ച് ഗുഡ് റിസൾട്ട്. അതേപോലെ തന്നെ യു സോബാൻ, അതിൻ്റെ പ്രീവിയസ് ഫോട്ടോ ഞാൻ കാണിക്കാം, ഇപ്പോഴത്തെ ഫോട്ടോ ഞാൻ കാണിക്കാം. ഹെയർ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് ഏകദേശം 8 മാസം കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ റിക്വസ്റ്റ് ആയിരുന്നു ഇപ്പോൾ ഉള്ള നിലവിലുള്ള ഹെയർ തന്നെ, അതായത് ഒരുപാട് താഴെ ഇറക്കാതെ ആർട്ടിഫിഷ്യലായിട്ട് ഒന്ന് ക്രിയേറ്റ് ചെയ്യാതെ ഇച്ചിരി കഷൻ ഇല്ലേ പോലെ തന്നെ ഹെയർ ലൈൻ ക്രിയേറ്റ് ചെയ്ത് തരണം. ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതൊക്കെ ഡോക്ടറിൻ്റെ ഒരു മാസ്മരികമായ വർക്ക് എന്ന് വേണം പറയാം. അങ്ങനെ ഡിഫറെൻറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർക്ക് വളരെ നല്ല റിസൾട്ട്സ്. നമ്മൾ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നാച്ചുറൽ ഹെയർ ലൈൻ ആയിരിക്കണം. ഓക്കെ, വെറുതെ ഒരു വലിയൊരു ഹോസ്പിറ്റൽ എന്ന് കരുതി പോയി കാര്യമൊന്നുമില്ല. നമ്മൾക്ക് അവിടെ റിസൾട്ട് കിട്ടുന്ന മസ്റ്റ് ആൻഡ് ഷുഡ് നോക്കണം. പല ആൾക്കാരും പല ആക്ടേഴ്സും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക്, മലയാള ഇൻഡസ്ട്രി തന്നെ ഒരുപാട് ആക്ടർമാരുടെ ഹെയർ ലൈൻ ഞാൻ കണ്ടു. ഹെയർ ട്രാൻസ്പ്ലാന്റ് എന്ന് ഞാൻ ആരാണെന്ന് പറയുന്നില്ല, അവർ ഗൾഫിലും അല്ലെങ്കിൽ ദുബായിലും അല്ലെങ്കിൽ ടർക്കിയിലൊക്കെ പറ്റി ട്രാൻസ്പ്ലാന്റ്. പക്ഷേ നിങ്ങൾ ടർക്കിയിൽ പോകുന്നോ ദുബായിൽ പോകുന്നോ ഷാർജയിൽ പോകുന്നോ എന്നല്ല, ആ ഡോക്ടർക്ക് എയർലൈൻ ചെയ്യാൻ അറിയാമോ, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് ടർക്കിയിൽ ഉപയോഗിക്കുന്ന സെയിം ടെക്നോളജിയാണ് ഇപ്പോൾ കേരളത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഹെയർ ട്രാൻസ്പ്ലാന്റ് സഫാരി എന്ന് പറയുന്ന ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ പഴയ വീഡിയോസ് എല്ലാം ഒന്നുകൂടി കാണുക. ഓക്കെ, ഇൻസ്റ്റാഗ്രാമിലും ഹെയർ ട്രാൻസ് സഫാരി ഉണ്ട്, അതേപോലെ തന്നെ ഫേസ്ബുക്ക് പേജുണ്ട്. തീർച്ചയായും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഹെൽപ്പ് എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഫോട്ടോസ് വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ അയച്ചു തരാം. നിങ്ങൾക്ക് എത്ര ഗ്രാഫ്റ്റ് വേണം, ഏകദേശം എത്ര കോസ്റ്റ് വരും, ഏത് ടെക്നോളജിയാണ് നല്ലത്, ഹെയർ ട്രാൻസ്പ്ലാന്റ് ആവശ്യമുണ്ടോ, റഫായിട്ടുള്ള ഐഡിയാസ് തരാൻ പറ്റും. എന്തായാലും എനിക്ക് സമയം കിട്ടുമ്പോൾ തീർച്ചയായും തരുന്നതായിരിക്കും, അല്ലെങ്കിൽ ഡയറക്റ്റ് കോൾ വിളിക്കുക. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. എന്തായാലും വിഷ്ണു ഉണ്ണികൃഷ്ണൻ റിസൾട്ടുമായിട്ട് ഇതേ ചാനൽ ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക് യു വെരി മച്ച്. ബൈ.